സ്റ്റീഫൻ കോവി 1989 എഴുതിയ വളരെ പ്രശസ്തമായൊരു പുസ്തകമാണ് 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ. ഈ 7 ശീലങ്ങൾ ഏതൊക്കെയാണെന്നും ഇന്നത്തെ ജീവിതത്തിൽ എങ്ങനെ ആപ്ലിക്കബിൾ ആണെന്നും നമുക്ക് നോക്കാം. എൻ്റെ അച്ഛൻ എന്നും രാവിലെ എക്സസൈസ് ചെയ്യും. പക്ഷെ അമ്മയ്ക്ക് എക്സസൈസ് കുറച്ച് മടിയുള്ള കാര്യമാണ്. കാലങ്ങൾ കഴിയുന്നു, അവർക്ക് വയസ്സായി. അമ്മയുടെ നീസ് വീക്കായി തുടങ്ങി, മുട്ടുവേദന, പിന്നെ നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഡോക്ടർ പറഞ്ഞു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന്. ഇനി നീ റീപ്ലേസ്മെൻറ്റ് മാത്രമേ ഒരു ഓപ്ഷനുള്ളൂ. അതേസമയം അച്ഛന് ഇപ്പോഴും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നടക്കാൻ പറ്റും. ഇതിൽ അമ്മ റിയാക്റ്റീവായിട്ടും അച്ഛൻ പ്രൊആക്റ്റീവായിട്ടുമാണ് പ്രവർത്തിച്ചത്. അമ്മ മുട്ടുവേദന വരുന്നവരെ വെയിറ്റ് ചെയ്തു. അതേസമയം വയസ്സാവുമ്പോൾ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ട് പ്രൊആക്റ്റീവായിട്ട് അച്ഛൻ എക്സസൈസ് ചെയ്തു തുടങ്ങി. നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊആക്റ്റീവായിട്ട് ചെയ്യണം. അതേസമയം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വറി ചെയ്യാനും പാടില്ല. നമുക്ക് വയസ്സാവുന്നത് നമ്മുടെ കൺട്രോളിലല്ല, പക്ഷെ നമ്മുടെ ഹെൽത്ത് ഒരു പരിധിവരെ നമ്മുടെ കൺട്രോളിലാണ്. സോ ദ ഫസ്റ്റ് ഹാബിറ്റ് ഈസ് ബി പ്രൊആക്റ്റീവ്. നമുക്ക് മിസ്റ്റർ എക്സിനെയും മിസ്റ്റർ വൈനെയും പരിചയപ്പെടാം. രണ്ടുപേരും ഗൾഫിൽ ജോലി ചെയ്യുന്നു. റിട്ടയർ ചെയ്ത് നാട്ടിൽ പോകുമ്പോൾ എക്സിന് കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നു. വയസ്സായതുകൊണ്ടും കുട്ടികളൊക്കെ വേറെ വേറെ താമസിക്കുന്നത് കൊണ്ടും അദ്ദേഹത്തിന് എളുപ്പം നോക്കി നടത്താൻ പറ്റുന്ന ഒരു ചെറിയ വീടായിരുന്നു വേണ്ടിയിരുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ തലപൊക്കാൻ തുടങ്ങിയതുകൊണ്ട് അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റൽ വേണമെന്നുണ്ടായിരുന്നു. പെൻഷൻ ഇല്ലാത്തത് കൊണ്ട് ചിലവുകൾ നടത്താൻ നല്ലൊരു സേവിങ്സും വേണം. അതേസമയം മിസ്റ്റർ വൈക്ക് റിട്ടയർമെൻറ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്ന സേവിങ്സും പിന്നെ കുറേ ലോണും ഒക്കെ എടുത്ത് വലിയൊരു വീട് വെച്ചു. റിട്ടയർ ചെയ്യുമ്പോഴേക്കും കുട്ടികളെല്ലാം പഠിച്ച് പല സ്ഥലങ്ങളിൽ പോയി സെറ്റിലായി. അതോടെ ആ വലിയ വീട് അവർക്കൊരു ബാധ്യതയായി. വീട് ക്ലീൻ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും മറ്റും ആളെ കിട്ടാതെയായി. വലിയ പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ട് ഏറ്റവും അടുത്ത ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരുപാട് കിലോമീറ്റർ ദൂരെയായിരുന്നു. ലോൺ എടുത്തത് അടച്ചു തീരാത്തത് കൊണ്ട് ഫിനാൻഷ്യൽ പ്രോബ്ലംസും ഉണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് നമ്മുടെ ലക്ഷ്യം മുന്നിൽ കണ്ട് മാർഗം അതിനു വേണ്ടി പ്ലാൻ ചെയ്യണം. ഒരു വീട് വയ്ക്കുമ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കും എന്ന് നേരത്തെ കണ്ടുകൊണ്ട് വേണം പ്ലാൻ ചെയ്യാൻ. ഇത് എല്ലാ കാര്യങ്ങളിലും ആപ്ലിക്കബിൾ ആണ്. പച്ചക്കറി വാങ്ങാൻ പോകുമ്പോൾ ആ ദിവസം എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് പ്ലാൻ വേണം. അതുപോലെ തന്നെ ഒരു കോഴ്സ് പഠിക്കാൻ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ജോലിയാണ് വേണ്ടത് എന്ന് ആദ്യം തീരുമാനിക്കണം. അതുകൊണ്ട് സ്റ്റീഫൻ കോവി പറയുന്ന രണ്ടാമത്തെ ശീലം ബിഗിൻ വിത്ത് ദി എൻഡ് ഇൻ മൈൻഡ്. ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താണെന്ന്. മിക്കവരും പറയും ഫാമിലി, അല്ലെങ്കിൽ ഹെൽത്ത്, അതും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്നൊക്കെ. പക്ഷെ നമ്മുടെ ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ എന്തിനു വേണ്ടിയാണ് ചിലവാക്കുന്നത്? മിക്ക ആളുകളുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലും എക്സസൈസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായ കാര്യങ്ങൾ ചെയ്തിട്ടോ ആയിരിക്കില്ല. മറിച്ച് സോഷ്യൽ മീഡിയ ഫീഡ്സ് സ്ക്രോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ റീൽസ് കണ്ടിട്ടോ ഒക്കെ ആയിരിക്കും. നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾക്കാണ് പലപ്പോഴും നമ്മൾ ഏറ്റവും കുറവ് സമയം കണ്ടെത്തുന്നത്. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളുടെ ലിസ്റ്റിൽ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. ദാറ്റ് ഈസ് പുട്ട് ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്. ഏകദേശം ഒരേ സ്ഥലത്ത് താമസിക്കുന്ന, ഒരേ സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന രണ്ടുപേർക്കും കാറും ഉണ്ട്. പക്ഷെ രണ്ടുപേർക്കും ഒരേ സ്ഥലത്തേക്ക് പോകേണ്ടതുകൊണ്ട് ഒരാൾ മാത്രം കാർ എടുക്കും. ഇത് തുടർന്നുകൊണ്ടിരുന്നാൽ കാർ ഓടിക്കുന്ന ആൾക്ക് പെട്രോൾ ചെലവ്, ടോള്, പീക്ക് ട്രാഫിക്കിൽ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഒക്കെ ഉണ്ടാവും. അതേസമയം മറ്റേയാൾ ഇതൊന്നുമില്ലാതെ സുഖമായിട്ട് പോയി വരും. അപ്പോൾ ഈ അറേഞ്ച്മെൻറ്റിൽ നിന്ന് ഒരാൾക്ക് മാത്രമേ ബെനിഫിറ്റ് ഉണ്ടാവുന്നുള്ളൂ. നാച്ചുറലി മറ്റേയാൾ അപ്സെറ്റ് ആയിരിക്കും. ഇതിനു പകരം രണ്ടുപേരും ഒരു സ്കെഡ്യൂൾ അനുസരിച്ച്, ഫോർ എക്സാമ്പിൾ ഒരാഴ്ച ഒരാൾ ഡ്രൈവ് ചെയ്താൽ അടുത്ത ആഴ്ച മറ്റേയാൾ ഡ്രൈവ് ചെയ്യുക. അങ്ങനെ പോവുകയാണെങ്കിൽ രണ്ടുപേർക്കും ഇതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാവുന്നു. ആർക്കും നഷ്ടവും ഇല്ല. ഒരാൾക്ക് ജയിക്കാൻ മറ്റേയാൾ തോൽക്കണം എന്നില്ല. So habit number 4 is win-win. ഞാൻ ജോലിയൊക്കെ ആയി വിദേശത്തെത്തിയപ്പോൾ പലപ്പോഴും എൻ്റെ പാരൻസ് വിദേശത്തുള്ള ചില ഡിസ്റ്റൻറ്റ് റിലേറ്റീവ്സിനെയും പരിചയക്കാരെയും ഒക്കെ വിളിക്കാൻ എന്നെ നിർബന്ധിക്കുമായിരുന്നു. എനിക്കത് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു. ചിലരെ ഒന്നും ഒരിക്കലും കണ്ടിട്ട് പോലും ഇല്ല. ഇതിൻ്റെ പേരിൽ പാരൻസുമായിട്ട് പലപ്പോഴും വഴക്ക് വരെ കൂടാറുണ്ട്. പിന്നീട് ഒരു ദിവസം ഞാൻ അവരോട് വിശദമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ദൂരെ ഒരു സ്ഥലത്ത് തനിയാണ് എന്ന ചിന്തയാണ് അതിന് കാരണമെന്ന്. എന്തെങ്കിലും കാരണം കൊണ്ട് അവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ള പേടിയായിരുന്നു അവർക്ക്. എൻ്റെ ബുദ്ധിമുട്ട് ഞാനും അവരോട് ഷെയർ ചെയ്തു. ആസ് എ സൊല്യൂഷൻ ഞാൻ എൻ്റെ ഇവിടുത്തെ കുറേ ഫ്രണ്ട്സിനെ അവർക്ക് പരിചയപ്പെടുത്തി, അവരുടെ നമ്പറും കൊടുത്തു.
അപ്പോൾ ഞാൻ തനിച്ചല്ല എന്നും എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് വിളിച്ച് അന്വേഷിക്കാൻ ആൾക്കാരുണ്ട് എന്നുള്ളതും അവർക്ക് ആശ്വാസമായിരുന്നു. പിന്നെ അവരെന്നോട് ഒരിക്കലും ആരെയും വിളിക്കാൻ നിർബന്ധിച്ചിട്ടില്ല. എനിക്ക് അവരുടെ സൈഡ് മനസ്സിലായപ്പോൾ ആ പ്രോബ്ലം കൃത്യമായി അഡ്രസ്സ് ചെയ്യാനും അവരെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കുവാനും എല്ലാവർക്കും വർക്ക് ആവുന്ന ഒരു സൊല്യൂഷൻ കണ്ടെത്താനും സാധിച്ചു. സോ അവർ ഫിഫ്ത്ത് ഹാബിറ്റ് ഈസ് സീക്ക് ഫസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദെൻ ടു ബി അണ്ടർസ്റ്റുഡ്. ഓണാണ്. നിങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ്ങിൽ കുറച്ച് മലയാളി ഫാമിലീസ് ഉണ്ട്. ഓരോ ഫാമിലിയും അവരവരുടെ വീട്ടിൽ കഷ്ടപ്പെട്ട് കുറേ ഐറ്റംസ് ഉള്ള ഒരു സദ്യ ഉണ്ടാക്കുന്നതിനേക്കാൾ ഓരോ വീട്ടുകാരും 1-2 ഐറ്റംസ് മാത്രം ഉണ്ടാക്കി എല്ലാവരും ഒന്നിച്ച് അത് ഷെയർ ചെയ്യുകയാണെങ്കിൽ ആർക്കും ഒരുപാട് ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് നന്നായി ഉണ്ടാക്കാൻ അറിയാത്തത് ചിലപ്പോൾ മറ്റൊരാൾ നന്നായി ഉണ്ടാക്കും. എല്ലാവരുടെയും ബെസ്റ്റ് ഐറ്റംസ് കൂടുമ്പോൾ അതൊരു ബെസ്റ്റ് സദ്യയായി മാറും. സോ ഹാബിറ്റ് നമ്പർ 6 is synergize. ഇമാജിൻ ഞാനൊരു ജോലി അന്വേഷിച്ച് നടക്കുകയാണ്. എല്ലാ ജോലിക്കും അപ്ലൈ ചെയ്യുന്നു, ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നു, ദിവസം മുഴുവൻ ഇത് തന്നെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, പക്ഷെ ജോലി കിട്ടുന്നില്ല. നേരെ മറിച്ച് ഞാൻ കുറച്ച് സമയം ബ്രേക്ക് എടുത്ത് ഒരു സർട്ടിഫിക്കേഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഹാക്കത്തോൺ പോലത്തെ കോമ്പറ്റീഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. എൻ്റെ സ്കിൽസ് ഇമ്പ്രൂവ് ആവുന്നതോടെ മുന്നത്തെക്കാളും വേഗത്തിൽ എനിക്ക് ജോലി കിട്ടുന്നു. സ്റ്റീവൻ കോവി പറയുന്നത് നിങ്ങൾ കുറച്ച് സമയം നിങ്ങളുടെ ആയുധങ്ങൾ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണമെന്നാണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാൻ പറ്റൂ, ബെറ്റർ റിസൾട്ട്സ് കിട്ടൂ. നമ്മുടെ ആയുധങ്ങൾ ആണ് നമ്മുടെ സ്കിൽസ്, ഹെൽത്ത്, റിലേഷൻഷിപ്സ് ആൻഡ് നമ്മുടെ ഇമോഷണൽ ആൻഡ് മെൻ്റൽ വെൽബീയിങ്. സോ ഹാബിറ്റ് നമ്പർ 7 is sharpen the saw. ഇതൊക്കെയാണ് 7 Habits of Highly Effective People written by Stephen Covey. Thank you for watching and subscribe for more book summaries. See you.